വെൽക്കം ടു ബബീസ് കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തവ ഫ്രൈ ആണ്. ഒരു സ്റ്റാർട്ടറായിട്ടാണ് ഈ ചിക്കൻ തവ ഫ്രൈ നമ്മൾ ഉപയോഗിക്കുന്നത്. ചിക്കൻ തവ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ആവശ്യം. ഇത് മയോണൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. മയോണൈസ് ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വേണ്ടത് ബ്രസ്റ്റ് പീസസ് ആണ്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബ്രസ്റ്റ് പീസ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ബ്രസ്റ്റ് പീസിന് എത്ര കനം കുറച്ച് അതിൻ്റെ കറക്റ്റ് ആ നീളത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും നല്ല അങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ അതിൻ്റെ മേലെ കൈ വെച്ചിട്ട് അതിനെ നന്നായി സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഒരു ബ്രസ്റ്റ് പീസിൽ നിന്ന് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 വരെ നമുക്ക് ഇങ്ങനത്തെ സ്ലൈസ് കിട്ടും. ഇതേപോലെ കനം കുറച്ച് നമ്മൾ എടുത്തു വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് പീസിൽ നിന്ന് എനിക്ക് 2 പീസാണ് കിട്ടിയത്. ബാക്കി വരുന്ന ഈ പീസ് നമുക്ക് വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാ ബ്രസ്റ്റ് പീസസും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിനെ മാരിനേറ്റ് ചെയ്യണം. എല്ലാ പീസസും ഇങ്ങനെ പാത്രത്തിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ചതച്ച മുളക്, ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഉപയോഗിച്ചത്. നാരങ്ങ നല്ല ജ്യൂസുള്ള കാരണം ഞാൻ ഒരു 1/2 നാരങ്ങയാണ് ഉപയോഗിച്ചത്. നമ്മൾ ചിക്കന് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്യുക. ചിക്കൻ ഭയങ്കര സോഫ്റ്റാവും. നമ്മൾ നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുള്ളൊക്കെ അതിനുള്ളിൽ കയറി ചിക്കൻ നല്ല ടെൻഡറായിട്ടിരിക്കും, നല്ല സോഫ്റ്റായിട്ട് മാറും. ഇനി നമ്മളിതിനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഏറ്റവും നല്ലത് ഒരു 2-3 hours കഴിഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിവിടെ റസ്ക്കാണ് ഉപയോഗിക്കുന്നത്. പ്ലെയിൻ റസ്ക് ഉപയോഗിച്ച് റസ്കിൻ്റെ പൗഡർ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും നമുക്ക് ഉപയോഗിക്കാം. ഞാനൊരു 5-6 കഷ്ണം ബ്രെഡ് മിക്സിയിലിട്ട് അതിനെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വയ്ക്കുക. അതിനടുത്ത് തരികളുള്ളത് കൊണ്ട് ഞാനത് മാറ്റി വെച്ച് നെക്സ്റ്റ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ, റസ്കിൻ്റെ ക്രംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ഉപയോഗിക്കുക. ഈ ഇപ്പോൾ നല്ല പൊടിയായിട്ടുള്ള റസ്ക് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചിക്കനെ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഈ റസ്കിൻ്റെ പൊടി നമ്മൾ ഇടുക. അതിനെ നന്നായി പരത്തിയിടുക. അപ്പോൾ നമ്മൾ ചിക്കൻ അതിനുള്ളിൽ മുക്കുമ്പോൾ നന്നായി എല്ലായിടത്തേക്കും കോട്ടായിക്കോളും. ഇനി ഓരോ ചിക്കൻ പീസുകൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഐസ് പോകാൻ വേണ്ടി നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കണതിന്. എന്നിട്ട് ചിക്കനെ നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഈ ബ്രെഡിൻ്റെ ക്രംസ് അതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വിടണം. എന്നിട്ട് ഒരു ചട്ടി, ഒരു തവ ഫ്രൈ പാൻ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇപ്പോൾ എല്ലായിടത്തും ബ്രെഡ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന, നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് എടുത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ അടുത്ത പീസും നമുക്ക് ഇതേപോലെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരുവിധം ബ്രൗൺ കളറാവും, നമുക്ക് നല്ല ഭംഗിയുള്ള ബ്രൗൺ കളറാവുമ്പോൾ അതിനെ നമ്മൾ മറിച്ചിടണം. ഇങ്ങനെ 2 വശവും ചുമന്ന് കഴിയുമ്പോൾ, മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനെ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ എൻ്റെ ചിക്കൻ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ കൂടെ മയോണൈസ് കഴിക്കാത്തവർ സോസും കഴിക്കാം. പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മയോണൈസാണ്. ഞാൻ ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്.
ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് കാണിച്ചു തരാം. ഇത് ഭയങ്കര സോഫ്റ്റിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം ഇത്. എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് അയച്ചു തരിക. താങ്ക് യു.